NSS SNDPയും യോജിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ വളരെ സന്തോഷമായി, വളരെ വളരെ സന്തോഷമായി, ആനന്ദമായി. സന്തോഷമല്ല, അതിനപ്പുറത്ത് ആനന്ദമായി. ഒരു തരത്തിൽപ്പെട്ട സാംസ്കാരിക, സാമുദായിക, സാമൂഹിക സംഘടനാ ഭേദത്തിലും ഭിന്നിച്ചു നിൽക്കാതെ നാം ഒന്നിച്ചു നിൽക്കണം എന്നുള്ള അവബോധം എല്ലാ സംഘടനകൾക്കും ഉണ്ടായാൽ പരമമായ മഹിമയിലേക്ക് ഈ ധർമ്മവ്യവസ്ഥ ഉയരും. അപ്പോൾ അത് വളരെ സന്തോഷകരമായൊരു വാർത്തയാണ്. എനിക്കറിയില്ല, ഇതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ടില്ല. യോജിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അത് എത്തണം. എത്തുമ്പോഴത്തേക്ക് എന്തെങ്കിലും അപ്പക്കഷ്ണങ്ങൾ ഇട്ട് കൊടുത്താൽ, ഒരു സ്കൂള് ഒരു അപ്പക്കഷ്ണം, ഒരു മെഡിക്കൽ കോളേജ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ കോളേജിൽ പുതിയ കോഴ്സുകൾ, ഇതൊക്കെയാണ് അപ്പക്കഷ്ണങ്ങൾ. ഈ അപ്പക്കഷ്ണങ്ങൾ എന്തെങ്കിലും ഭരണാധികാരികൾ ഇട്ടുകൊടുത്താൽ അവരതിൻ്റെ പിന്നാലെ പോകുമെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ സംഭവിക്കാതെ എന്ത് വന്നാലും നാം ഒന്നാണ് എന്ന ഭാവത്തോടുകൂടി, എങ്ങനെയാണോ ബഹുമാന്യരായ മന്നത്ത് പത്മനാഭൻ, ശങ്കർ, ശങ്കർ, ഇവർ രണ്ടുപേരും ഒന്നിച്ച് നിൽക്കണമെന്ന തീരുമാനത്തോടുകൂടി 5 സ്റ്റെപ്പ് അയാൾ വെച്ചാൽ 10 സ്റ്റെപ്പ് ഞാൻ വെക്കും, അത്ര പോലും ഐക്യമാണ് നമുക്ക് പ്രാപണീയമായത് എന്ന് രണ്ടുപേരും പറഞ്ഞിരുന്ന സ്ഥിതിയിൽ വലിയൊരു പ്രതീക്ഷയും ഉയർച്ചയും ഉണ്ടായിരുന്നു ഇവിടെ. പക്ഷേ എന്ത് സംഭവിച്ചു? ഛിന്ന ഭിന്നമായി. ഈ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണോ ഈ യോജിപ്പിൻ്റെ ശബ്ദം എങ്കിൽ അങ്ങേയറ്റം ആനന്ദപ്രദമാണ്. അങ്ങനെ ആവണം. ഏതപ്പക്കഷ്ണങ്ങളല്ല, അതിനപ്പുറത്ത് വന്നാലും ഞങ്ങൾ വേർപിരിയില്ല എന്ന മട്ടിൽ നാം ഒന്നാണെന്ന ഭാവത്തോടുകൂടി മുന്നോട്ട് പോയാൽ ഒരു വലിയ ശക്തിയായിട്ട് കേരളീയ ഹൈന്ദവ സമൂഹം മുന്നോട്ട് പോകും. ഇത്രയ്ക്കധികം നമ്മുടെ ചുറ്റുപാട് രാഷ്ട്രീയപരമായ പ്രീണനങ്ങളും വോട്ട് ബാങ്കിന് വേണ്ടി ഏത് അധാർമികതയുടെ അങ്ങറ്റം വരെ പോകുന്നതും കണ്ടിട്ടും ഏകതയുടെ സന്ദേശം ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് പ്രയോജനമില്ല. കഴിഞ്ഞ ദിവസം തന്നെ വളരെ വ്യാപകമായി പ്രചരിച്ചിട്ടുണ്ട്, അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF ഭരണത്തിൽ വരണമെന്നുള്ളത് മുസ്ലിം സമൂഹത്തിൻ്റെ ആവശ്യമാണെന്ന് ശ്രീ KM ഷാജി, അദ്ദേഹത്തിൻ്റെ പ്രസംഗം. ഒരു മടി, ഒരു മറവും ഇല്ലാതെയാണ് അത്തരം കാര്യങ്ങൾ പറയുന്നത്. ഇവിടെ സംസ്ഥാനത്തിൻ്റെ, സമൂഹത്തിൻ്റെ, രാഷ്ട്രത്തിൻ്റെ എന്നല്ല, ഒരു മതത്തിൻ്റെയാണ്. അതുകൊണ്ട് UDFൻ്റെ ജയം എന്നുള്ളത് മതത്തിൻ്റെ ജയമാണ്, മതത്തിന് വേണ്ടിയാണെന്ന് പറയുന്നവർ ചേരുന്ന മുന്നണി. അങ്ങനെ വിളിച്ചു പറയുന്നൊരവസ്ഥ ഉണ്ടായിട്ടും ഇവിടെയുള്ള സാമുദായിക സംഘടനകൾക്ക്, സാംസ്കാരിക സംഘടനകൾക്ക് നേരം വെളുക്കുന്നില്ലാച്ചാൽ പിന്നെ എന്താ പറയുക? അതുകൊണ്ട് വളരെ ആശാവഹമായ ഒരു വാക്യമാണ് ഇവിടെ വായിച്ചിട്ടുള്ളത്. ഹൈന്ദവർക്കിടയിൽ തന്നെ വിഭിന്നാഭിപ്രായങ്ങൾ വരാനുള്ള കാരണം എന്താണ്? അങ്ങനെ ഉണ്ടോ? അറിയില്ല. ഹൈന്ദവർക്കിടയ്ക്ക് എന്താ അപ്പോൾ വിരുദ്ധാഭിപ്രായം വരാൻ സാധ്യതയില്ല. ഈ എഴുതിയ ആൾ ഫേസ്ബുക്ക് തുടങ്ങിയ മാധ്യമങ്ങളെ ആശ്രയിച്ചിട്ടാണോ? അങ്ങനെയാണെങ്കിൽ പേര് കണ്ടിട്ടൊന്നും വിശ്വസിക്കേണ്ട. വല്ലാത്തൊരു മായാലോകമാണത്. അവിടെ നാമരൂപങ്ങൾക്കൊരർത്ഥവുമില്ല. പാരമാർത്ഥികമായ വേദാന്തത്തെ അങ്ങേയറ്റം ഉൾക്കൊണ്ടിട്ടുള്ളതാണ് ഫേസ്ബുക്ക്. കാരണം ഫേസ്ബുക്കിൻ്റെ കുഴപ്പമല്ല, അതിൽ പ്രയോഗിക്കുന്നവർ. കാരണം പേര് മാറി വരിക, ഒരാൾ തന്നെ 10 പേരിൽ. ചില പേരുകളൊക്കെ കണ്ട അത്ഭുതം വരും. അപ്പം ആ പേര് നോക്കിയിട്ട് അത് ഹിന്ദു പേരാണ് എന്നുള്ളത് കൊണ്ട് ഹിന്ദുവാണെന്നോ, അത് മുസൽമാൻ്റെ പേരാണെന്നുള്ളത് കൊണ്ട് മുസൽമാനാണെന്നോ, അത് ക്രിസ്ത്യാനിയുടെ പേരാണെന്നുള്ളത് കൊണ്ട് ക്രിസ്ത്യാനിയാണെന്നോ, സ്ത്രീയുടെ പേരായതുകൊണ്ട് സ്ത്രീയാണെന്നോ, പുരുഷൻ്റെ പേരാണെന്നോ പുരുഷനാണെന്നോ ധരിക്കരുത്. അല്ലാതെ ഒരു ഹൈന്ദവ സംഘടനയ്ക്കും ഹൈന്ദവ പ്രസ്ഥാനങ്ങളുടെ യോജിപ്പിൽ
വൈരുദ്ധ്യം ഉണ്ടാവില്ല, വിരുദ്ധാഭിപ്രായം ഉണ്ടാവില്ല, ഉറപ്പാണ്. ഈ ഭിന്നതകൾ സംഘടനകൾക്കിടയ്ക്കുണ്ട്. ഇനി തന്ത്രത്തിൻ്റെ ഭാഷയിൽ പുറമെ വിരുദ്ധത കാണിക്കുകയും അകം കൊണ്ടൊന്നായിരിക്കുകയും ചെയ്യുന്ന രീതിയും ഉണ്ട്. ആവേശഭരിതരായി അണികളെ ഒന്നിച്ചു നിർത്താൻ വേണ്ടിയിട്ട് വിരുദ്ധത പറയും, പക്ഷെ ഒന്നായിരിക്കും, ഫലം വരുമ്പോൾ ഒന്നായിരിക്കും ഇഫക്റ്റ്. അങ്ങനെയുണ്ട്. അതൊക്കെ നമ്മൾ എന്താണെന്നുള്ളത് സൂക്ഷ്മമായി പഠിച്ചാൽ മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഏതായാലും ഇവിടെ ഒരു NSSൻ്റെ SNDPൻ്റെ യോജിപ്പ് ഉണ്ടാവുകയാണെങ്കിൽ അങ്ങേയറ്റം ഹർദ്ദമായി അത് സ്വാഗതം ചെയ്യപ്പെടുന്നു. അത് കേരളീയ ഹൈന്ദവ സമൂഹത്തിൽ, തദ്വാര കേരളത്തിൽ മൊത്തത്തിൽ വലിയൊരു ഉയർച്ചയ്ക്കും ഉണർവിനും കാരണമാക്കും. ഇത് മാത്രമേ ആ വിഷയത്തിൽ പറയാനുള്ളൂ.